ഗംഭീര സാധനം, കിടിലൻ സാധനം. അപ്പോൾ ഇതേ നന്ന് ഞങ്ങൾ കഴിക്കാൻ കൊതിച്ചേന്ന റെസിപ്പി. പൈനാപ്പിൾ ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോഴേ ഇന്നാളൊരു ദിവസം മുറിക്കാതെ വാങ്ങിയപ്പോൾ നമുക്ക് പണി കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇന്ന് കടക്കാരൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ മുറിച്ച് നോക്കിയിട്ട് വാങ്ങിയതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി പൈനാപ്പിൾ തന്നെയാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ കൊതിച്ചേന്ന റെസിപ്പി ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഉണ്ടാക്കാതെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അതിലൊരു ഇത്തിരി ഭാഗമൊക്കെ കിട്ടിയപ്പോൾ അതുകൊണ്ട് വേറെ റെസിപ്പി ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അന്ന് ഞങ്ങൾ കൊതിച്ച ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഒരു മുറി അവിടെ നിന്ന് മുറിച്ചല്ലോ, ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതിവിടെ നോട്ടെ, നമുക്ക് ഇതും കൂടി അങ്ങോട്ട് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിളിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരട്ടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. പൈനാപ്പിളിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടോ, ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പൈനാപ്പിളിനെ മുഴുവൻ നമ്മൾ വെള്ളം ചേർക്കാതെ ഇട്ട് അരച്ചത്. ഇനി കയ്യിലുള്ളത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറിനെ നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇതാ 1 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി വയ്ക്കുക. കട്ടകളൊന്നും ഇല്ലാതാ പാല് പരുവത്തിൽ നമ്മൾ കലക്കിയില്ലേ. ഞാനിതാ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കത്തിയിട്ട് നിൽക്കുകയാണേ. സിമ്മിലിട്ട് വെച്ചതാണ്, പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ജ്യൂസ് ഇതാ ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ആ ഒരു പാനിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സും കൂടി ചെയ്യുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇതാ നന്നായിട്ട് ഇളക്കി ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ആവുന്ന രീതിക്ക് നല്ല പോലെ അങ്ങോട്ട് ഇളക്കുക. തീ ഇങ്ങനെ കുറച്ച് വെച്ചാൽ മതിയേ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടി പിടിക്കും വേഗം. കോൺഫ്ലവറാണ്, അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും നമ്മൾ ചെയ്യണം. ആവശ്യത്തിന് മധുരം വേണമല്ലോ. അപ്പോൾ അതാ ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കുറുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതിയേ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? എല്ലാവരും അടിപൊളിയൊക്കെ ആഘോഷിച്ചോ? നമ്മളോണം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ആഘോഷിച്ചില്ല. ഒന്നാമത് എന്താ വെച്ചാൽ ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ? അതുപോലെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ സാവധാനത്തിൽ ഇത് കുറുക്കി ഇങ്ങനെ കൊണ്ടുവരട്ടെ. അങ്ങനെ നമ്മളിതാ ഏകദേശം ഇങ്ങനെ ചെറിയ രീതിയിൽ കുറുകിയിട്ടുള്ളൂ കേട്ടോ, നല്ല രീതിയിലൊന്നും കുറുകിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊരു നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇങ്ങനെ അങ്ങോട്ട് വിതറി കൊടുക്കാം കേട്ടോ. കുരു മാത്രം എടുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് ആവുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. വീണ്ടും ഇളക്കുക. ഏലക്കായൻ്റെ പൊടി ചേർത്ത് നമ്മൾ കുറച്ച് സമയം കൂടി ഇളക്കിയപ്പോൾ അതാ ഈ രീതിക്ക് കുറുകിട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. നെയ്യും അതൊക്കെ ഒരു കളറായിട്ട് കാണില്ലല്ലേ. അപ്പം നെയ്യും കൂടി ഒഴിച്ചു വീണ്ടും ഇതാ ഇളക്കുക. ഇപ്പം കണ്ടോ ഏകദേശം ഇതാ വറ്റി കുറുകി നമ്മൾ ഇളക്കി ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ചേല് കണ്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇടയിലൊന്നും കാണാനൊരു ഭംഗിയൊന്നും ഇല്ലല്ലോ, കടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണ്ടേ. ഇതാ ഞാൻ ഇട്ടെടുക്കണു അണ്ടിപ്പരിപ്പ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇളക്കാം കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഒരു സാധനം കൂടി നമ്മൾ ഇടുന്നുണ്ട്. ഞാൻ ഇടാൻ ഉദ്ദേശിച്ചതാ നല്ല വെളുത്ത എള്ളാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇങ്ങനെ ഇട്ടു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നുള്ളത്? മനസ്സിലാവാതിരിക്കൂലല്ലോ അല്ലേ. ഇതിപ്പോൾ കണ്ടാൽ എല്ലാവർക്കും അറിയാലോ. അതന്നെ നമ്മൾ പൈനാപ്പിൾ ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നിത് കഴിക്കാനായിട്ട് ഒരുപാട് കൊതി പിടിച്ചിരുന്നിരുന്നു. അങ്ങനെ ഇനി അവസാന ഭാഗത്തിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു മണത്തിനും ഒക്കെ പാടായിട്ട് ആ നെയ്യും കൂടി അങ്ങോട്ട് ചേർക്കണം. വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ ചട്ടീന്ന് ഇതാ വിട്ട് വരുന്ന ഒരു പാകമായിട്ടോ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കി ഇതിനെ നമുക്ക് ഒരു ട്രേയിലേക്ക് അങ്ങോട്ട് മാറ്റണം. ട്രേ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യൊക്കെ തടവി കുറച്ച് എള്ളും അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് അങ്ങോട്ട് ലെവൽ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇവനെ തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതാ നല്ല മണവും കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിത് മുറിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തണുക്കണ്ടേ. അപ്പോൾ അത് പുറത്ത് കുറച്ച് വെക്കുക. അതായത് നമ്മളിത് നല്ല ചൂടോടൊക്കെ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കണ്ടല്ലോ. അപ്പോൾ പുറത്ത് വെച്ചിട്ട് ഒരു വിധം ചൂടാറിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് നമുക്ക് വേഗം എടുത്തുകൊണ്ടൊന്ന് മുറിക്കാം. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കാണാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ വേഗം തണുപ്പിച്ച്. അപ്പോഴേ
നമുക്ക് ഇതിനെ ഇനി മുറിച്ചെടുക്കണം. ആദ്യം ഇതിനെ നമുക്ക് പുറം ഭാഗം മറച്ചെടുക്കാം, എന്നിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ ഒരു ട്രേ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് മറച്ചു കൊടുക്കാം. അയ്യോ സൈഡിലേക്കായിപ്പോയി. അങ്ങനെ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇനി കട്ട് ചെയ്തും കൂടി നോക്കാം. നമ്മൾ ആക്രാന്തം കാട്ടി വേഗം 1 മണിക്കൂർ 2-2.5 മണിക്കൂറൊക്കെ വെക്കണമായിരുന്നു. നമുക്ക് അതിനൊന്നുള്ള സമയവും ഇതൊന്നും ഇല്ല, ക്ഷമ ഇല്ല ഒന്നാമത്. ഇങ്ങോട്ട് കഴിച്ചു വെക്കാനേ. ചട്ടി ഫുള്ള് വടിച്ചിട്ടുണ്ട്, വടിച്ച് തുടച്ചിട്ടുണ്ട്. ഇതിൽ ഒഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. ആ കിട്ടി. നല്ല നല്ല എന്താ ഫ്ലഫി, മനുവിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫ്ലഫി ആയിട്ടുള്ള ഹൽവ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കണ്ടോ? പ്ലേറ്റ് റെഡിയാണ് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എടുത്തെടുത്ത് വെക്കാം. കുറെ ദിവസമായില്ലേ നമ്മൾ ഇതേപോലെ ടേസ്റ്റ് ചെയ്തിട്ട്. അന്ന് ആ പായസം കുടിച്ചു പോയതാ, കിട്ടിയില്ല. പിന്നെ ഓണായി, പിന്നെ ചുമയും കാര്യങ്ങളും ഒക്കെ പാടെ, പിന്നെ മോൾക്ക് പ്രോഗ്രാം അങ്ങനെയൊക്കെ. സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇതേപോലെ ഒരു പ്രോഗ്രാം കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതിന് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതെ അതെ അതെ. അപ്പൊ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അടിപൊളിയായി, നല്ല ഗംഭീരായി, നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞത്. അപ്പൊ സന്തോഷം. അപ്പൊ ആ സന്തോഷത്തിൽ നമുക്ക് മധുരം കഴിച്ച് ആഘോഷിക്കാം. കഴിക്കട്ടെ? ഇത് കഴിക്കാതൊന്നുമില്ല, ആ ചട്ടി മുഴുവൻ ഞാൻ പഠിച്ചടിച്ചിട്ട്. മധുരമുള്ള സാധനം, പിന്നെ അത് നല്ല സ്മെല്ല്, നല്ല സ്മെല്ല് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കഴിച്ച് വായിലിട്ടാൽ അലിഞ്ഞു പോണ ഹൽവ. അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. ഇത് കൈമിൽ ഒട്ടിട്ടുള്ളത് പറയാം. അതെന്താ വെച്ചാൽ കുറച്ച് സമയം കൂടി വെക്കണേ, ഫ്രിഡ്ജ് വെക്കണം അല്ലേ. അത് സാധനം സൂപ്പർ രസം കേട്ടോ. നല്ല ഇഷ്ടമായി, നല്ല രസമുള്ള. നമ്മൾ സാധാരണ കഴിക്കണ അലുവേന്റെ ടേസ്റ്റ് അല്ല, ഒരു പുളിപ്പും ഒരു പ്രത്യേക ഫ്ലേവറും. അങ്ങനെ സാധാരണ കഴിക്കണ കുറച്ചുകൂടി നല്ല വേറെന്തോ ഒരു ടേസ്റ്റ് വരില്ല. മൈദ കൂട്ടണുണ്ടാവില്ല. മൈദ കൂട്ടൂലടാ, പിന്നെ അതിലെന്തൊക്കെയാ കെമിക്കലൊക്കെ കൂട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. കുറേ ദിവസം കേട്ടാൽ അതൊക്കെ നിൽക്കണൊക്കെ ഇല്ല. അതൊക്കെ വെളുത്ത എള്ള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോ അതൊന്നും എനിക്ക് വല്ല ടേസ്റ്റ് കിട്ടില്ല. അണ്ടിപ്പരിപ്പ് അതിന്റെ കൂടെ ഞാൻ കടിക്കാൻ ലൈറ്റ് പുളി ഇങ്ങനെ വരുമ്പോഴേ നല്ല രസം. അപ്പൊ ഇതേ നന്ന് ഞങ്ങള് കഴിക്കാൻ കൊതിച്ചേന്ന റെസിപ്പി. അതെ, എന്നിട്ട് എന്താ നമ്മൾ ഉണ്ടാക്കിയത്? നമ്മൾ പൊരിച്ച് ലാസ്റ്റ് കുറച്ചുള്ളൂ. എത്ര ഒരു കൈതചാക്ക ഫുള്ള് കൊണ്ട് ഇത്രയല്ലേ നമുക്ക് കിട്ടിയുള്ളൂ. അന്നത്തെ എടുക്കുകയാണെങ്കിൽ ഇത്രയും കിട്ടൂല. അതോ എന്താ ഒരു കഷ്ണം അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതൽ കോൺഫ്ലവർ ചേർത്താൽ അതിന്റെ ടേസ്റ്റ് പോകൂലേ. അതാണ് ഒരു പൈനാപ്പിളിന് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ആട്ടോ ചേർത്തത്. ഇനി പൈനാപ്പിളിന്റെ വലിപ്പത്തിനനുസരിച്ച് അങ്ങോട്ട് കൂട്ടും കുറയ്ക്കുകയോ ചെയ്തോണ്ടു. അങ്ങനെയൊക്കെയാണ് കാര്യം. ഗംഭീര സാധനം, കിടിലൻ സാധനം. അപ്പൊ മധുരം തന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും തുടരാണ്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വീണ്ടും തുടരണം. പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരുപാട് ആൾക്കാർ ഇതാണ് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയാത്ത അവസ്ഥയിൽ പോയി. എല്ലാവരും ഒരുപാട് വിശ്വാസം അറിയിച്ചു. ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേർന്നു. അതെ, എല്ലാവരോടും ഈ ഒരു സമയത്തിൽ എല്ലാവരോടും കൂടിയിട്ട് ഒരുമിച്ച് നന്ദി പറയണം. അതെ, താങ്ക്സ് അലോട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.